ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു പുതുപുത്തൻ വീഡിയോയിലിട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈസിനിതേ നമുക്ക് ഇവിടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വണ്ടി കാണാൻ പറ്റും. പൊട്ടിപ്പൊളിഞ്ഞില്ല, മൊത്തം പൊടി പിടിച്ചോളാം. സത്യം പറഞ്ഞ് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതേ ഏറ്റത്ത് നോക്കി കാണാൻ പറ്റും. ഇതേ ബോഡി ഫുള്ള് ചളിയും കിടക്കുക കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ, അതായത് വണ്ടീൻ്റെ റൈറ്റ് സൈഡിൽ. അപ്പോൾ അതായത് മൊത്തം ചളിയും കിടപ്പുണ്ട്. ആദ്യം കാണിച്ചിട്ടുണ്ട്. യെസ് ഗൈസ്, ദിസ് ഈസ് മൈ കാർ. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ കാറാണ്. അത് 8 മാസം മുമ്പ് ഞാൻ ഇവിടെ കൊണ്ട് ഇട്ടിട്ട് പോയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ വെച്ചൊരു ആക്സിഡൻറ്റ് പറ്റിയത്. അപ്പോൾ വണ്ടി ഓടാണ്ടായപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടിട്ട് അന്ന് എൻ്റെ സൂപ്പറൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ. അപ്പം അങ്ങനെ ഞാൻ കൊണ്ട് ഇട്ടതാ. ബട്ട് ഇപ്പം നമ്മുടെ സൂപ്പറായി വിറ്റിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വരണമെന്നില്ല ഈസൊക്കെ. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഒടുവിൽ വന്ന് എടുക്കാൻ പോവാണ്. അല്ലെങ്കിൽ എടുക്കണമെന്നും പറഞ്ഞു വന്നേ. അപ്പോൾ ഈ ഒരു ഇത് വന്നപ്പോൾ ഞാൻ എടുത്ത്. അപ്പം ഇത് നേരെ കൊണ്ടുപോയി സർവീസ് ആക്കണം. ബോഡി ഫുള്ള് സെറ്റാക്കണം. അതായത് മൊത്തം പിടിച്ചു. ഈ ഒരു പാലത്തിൻ്റെ പണിയാണ് ഗൈസൊക്കെ ഇവിടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പൊടിയും കാര്യങ്ങളെല്ലാം ഇവിടെ ഈ വണ്ടി പിടിച്ചിറങ്ങുന്നത്. ഇവിടെയൊക്കെ കിടന്നതാണ് എൻ്റെ കൂട്ടാൻ സെറ്റാക്കി. എന്തെങ്കിലും ബാറ്ററിയൊക്കെ വാറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. നമുക്ക് പോവാം ഗൈസൊക്കെ. സ്റ്റാർട്ടാവുന്നതാണ് ആദ്യം നോക്കാൻ. ഇത് ആദ്യത്തെ ട്രൈ ഫെയിലായി, സെക്കൻഡ് ട്രൈ ഫെയിലായി. ദെൻ നമുക്ക് ലൈറ്റും ഹസാർഡ് ലൈറ്റും ഇട്ടാക്കാം. റേസ് സ്റ്റാർട്ടാകുമ്പോൾ തന്നെ അയ്യോ ഇറങ്ങി. റേസ് നമുക്ക് സ്റ്റാർട്ട് ആക്കാം. ഓക്കെ, ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായി നിന്നിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ റേസ് ചെയ്യാൻ കഴിയും ആ ടൈം കൊണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചൊരു ഇതായിട്ടുണ്ട് ഗൈസ്. ടർബോക്കെ ഒന്ന് സെറ്റാണ് ഗൈസ്. നമ്മൾ ടർബോക്കെ ഇട്ടയാ. ഇപ്പം നമ്മൾ എല്ലാ ഡാമേജ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡാമേജ് എടുത്തിട്ടുണ്ട്. അപ്പം മൊത്തം പൊടി പിടിച്ചാണോ ഗൈസ് ഈ പാലത്തിൻ്റെ ഇവിടെ കിടന്നിട്ട്. എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം ഗൈസ്. ഓക്കെ, എന്തായാലും ഓടുന്നതിനല്ല കുഴപ്പമുണ്ടാകും അവിടെ ഗൈസ്. ഓടുന്നതിന് കുഴപ്പമില്ല. തൊണ്ടി സ്മൂത്തായിട്ട് ഓടുക്കുക. പിന്നെ വലിയ ഇതില്ല. 8 മാസമായിട്ട് ഇവിടെ ഇട്ടേക്കുന്ന ഗൈസ്. പിന്നെ അവിടെ പണിയൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് നൈസിന് ഇത് ഫുള്ള് പൊടി പിടിച്ചത്. പിന്നെ ഈ ടയറിൻ്റെ അവിടെ ചളുക്കുണ്ടോക്കെ. അത്രേ ഉള്ളു സീൻ. വണ്ടി സെറ്റാണ്. അപ്പം ഇത് കുറച്ചായതേ ഉള്ളു. ഇതൊരു 2 വർഷമായതേ ഉള്ളു. ഇത് എടുത്തിട്ട് അവിടെ ഇട്ടിട്ട് പോയി. കൺട്രോൾ നൈസിന് പോകും ഗൈസൊക്കെ. അപ്പം ഞാൻ മാപ്പൊന്ന് മാർക്ക് ചെയ്യട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റൂട്ട് ചെയ്ത് മാറിപ്പോയി. സോറി ഗൈസ്. ഓക്കെ ഓക്കെ സോറി. ഓക്കെ, ഞാൻ വെച്ച റൂട്ട് മാറിപ്പോയി. അപ്പം ഇവിടെ നിന്നാണ് നല്ലൊരു ഓഫ് റോഡ് കയറിയാൽ പോകണ്ടേ. വണ്ടി പിടിച്ചിരിക്കുമായിരിക്കും അല്ലേ, പണ്ടത്തെ രാജാവല്ലേ. പിടിച്ചിരിക്കും BMW അല്ലേ ഗൈസ്. അപ്പം വണ്ടി എന്തായാലും നമുക്ക് പോകും. ചെറുതായിട്ടൊന്ന് പൊതിഞ്ഞു എടുത്ത് വേണേ. അപ്പം ഇങ്ങോട്ടൊക്കെ നമ്മൾ സ്നാക്സിന് നമ്മളെ സർവീസ് സെൻ്ററിലുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ടുള്ളൂ. ആദ്യം ബോഡിയാണ് സർവീസ് ചെയ്യേണ്ട. നമുക്ക് ബോഡി ഒന്ന് സർവീസ് ആക്കിയിട്ട് കാണാം. ഓക്കെ, നമുക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി ഏകദേശം സർവീസ് ആക്കാനായിട്ട് ഒരു കുറച്ച് ദിവസം എടുക്കുമെന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇട്ടിട്ട് പോകാൻ പറഞ്ഞ ഐസൊക്കെ. അപ്പം നമുക്ക് ഇട്ടിട്ട് പോകാൻ ഐസൊക്കെ. പക്ഷെ അവിടെ കൊണ്ട് പാർക്കാക്കാം. നല്ല സേഫായിട്ടുള്ള പാർക്കാം. ഇത് സർവീസിൻ്റെ തലടാ. ഇപ്പം വാട്ടർ സർവീസിൻ്റെ തല. ഇപ്പം ബോഡി സർവീസ് അപ്പുറത്താണ്. നമുക്ക് ബോഡി സർവീസിൻ്റെ അവിടെ കൊണ്ടുവരാം ഗൈസ്. പറക്ക് ഗൈസ്. ഇതാണ് പോളാണോ കൊണ്ട് ഇവിടെ കിൻ്റെ പുറത്തായിട്ട് കൊണ്ടിടാം. ചെറുക്കനെ വിശ്വസിച്ചിട്ടിട്ട് പോവാമോ? അല്ല, ഇത്ര നാളവിടെ കളഞ്ഞിരുന്നില്ലേ നിങ്ങൾ ചോദിക്കും. ബട്ട് എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ്. എന്തായാലും നമുക്കിവിടെ ഇട്ടിട്ട് പോവാം കേസൊക്കെ. നമുക്ക് അടുത്ത വീഡിയോ കാണാം കേസൊക്കെ. അപ്പം നമുക്ക് അടുത്ത കട്ട് ഈ വണ്ടി സെറ്റായിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് കാണാൻ പോകണം കേസൊക്കെ. അപ്പം ടാറ്റ ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ അതേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഓഫീസിലാണ് ഇവരെ. ഓക്കെ, അപ്പോൾ ഇവർ പറഞ്ഞ ഞാനിപ്പോൾ ബാക്കിൽ കൂടെ ഗൈസ് വന്ന ഈ ഷോറൂമിൻ്റെ. അപ്പോൾ അതെ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വാഷിംഗ് സെൻറ്റർ കിടപ്പുണ്ട് നമ്മളെ വണ്ടിയൊക്കെ. അപ്പം ഇതേ നമുക്ക് ഇങ്ങോട്ടാണ് വഴി.
അല്ല ഗൈസ്, ഇത് ഇവരുടെ ടൂൾസൊക്കെ വെക്കുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് ബാക്ക് പോകാം. വാഷിംഗ് സെൻറ്റർ എന്ന് പറയുമ്പം ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് അതെ അവിടെ തന്നെ ഗൈസ്. ഇവിടെ BMW ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസൊക്കെ. എല്ലാം BMW അല്ലേ? ഞങ്ങൾക്ക് ഒരു പുതിയ BMW എടുക്കണം. ഇപ്പം നമ്മളിരിക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ, പഴയ മോഡലാണ്. അപ്പോൾ ഒരു പുതിയ മോഡൽ എടുക്കണം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നമ്മൾ ഉണ്ടെന്നോ പറഞ്ഞു. അപ്പം ഈടാ സീൻസാണ്. ഈടാ ഈ കിടക്കുന്ന വണ്ടി ഓവറാ. ഇവിടെ നമ്മൾ അന്വേഷിച്ചിരിക്കുന്നു. ഈടാ മോനെ ബ്ലാക്ക് പാന്തർ, എൻ്റെ മോനെ ലുക്ക് നോക്കണം വണ്ടീൻ്റെ. അവിടെ ലുക്ക് നോക്കും നിങ്ങൾ വണ്ടീൻ്റെ. നമ്മൾ ഡ്രോൺ ഇറക്കിയിട്ടുണ്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ. എൻ്റെ മോനെ അവിടെ കിട്ടിലോന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ലുക്ക് ഗൈസ്, അന്യായ ലുക്ക്. എൻ്റെ പൊന്നെ, അതിൻ്റെ ഇടയ്ക്കാണ് അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഗൈസ് ഇതേ വണ്ടി നോക്കി ബ്ലാക്ക് പാന്തർ, എൻ്റെ പൊന്നെ ഗൈസ്. ഇത് വേറെ സ്റ്റിക്കർ ഗൈസൊക്കെ. നേരത്തെ ഇരുന്ന സെയിമാ, ബട്ട് എന്തോ ഇപ്പോൾ പുതിയ സ്റ്റിക്കർ അടിച്ചാൽ മറ്റേത് ഫുള്ള് ഫെയ്ഡായിപ്പോയി. ഇപ്പോൾ അവിടെ അത്ര നാൾ കിടന്നിട്ട് നമ്പർ പ്ലേറ്റൊക്കെ പുത്തനാക്കി എടുത്തതാണ് നമ്മളൊക്കെ. ഇതപ്പോൾ എൻ്റെ കീ ഫുള്ള് ഒന്നുകൂടെ അടുപ്പിച്ചായിരുന്നു. പഴയ വണ്ടിയില്ലേ, അപ്പോൾ അടുപ്പിച്ചായിരുന്നു. ഓക്കെ, ഇതേപോലെ ഇതാണ് നമ്മുടെ വണ്ടി. ഇത് അലോയ്സ് മറ്റത് ചെറുതായിട്ട് ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം സാധനം തന്നെ ഇട്ടിട്ടുണ്ട്, സെയിം. അപ്പോൾ ടയറൊക്കെ അത് തന്നെ. അലോയ്സ് മാത്രം ചെറിയൊരു ഡാമേജ് കിട്ടി, 1-2 അതായത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതിനെല്ലാം കൂടെ ഏകദേശം ഒരു 2 ലക്ഷത്തിന് പുറത്തായി ഫുൾ വണ്ടി പുറത്തിറക്കാനായിട്ട്. ഇനിവേ നമ്മുടെ വണ്ടി കിട്ടിയിട്ട് നമുക്ക് ഒന്ന് സെറ്റാക്കിയാൽ കേസ്. എൻ്റെ പൊന്നോ, സ്റ്റാർട്ടായ സൗണ്ട് ഉണ്ടാ. എൻ്റെ മോനെ എന്ത് സുഖം നോക്കടാ. നമുക്ക് ചെറുതായിട്ടൊന്ന് വണ്ടി എടുക്കാം. മറ്റേതൊക്കെ നോക്കണ വണ്ടി പറക്കുന്നു. നമുക്ക് മൗണ്ടെയിൻ ഏരിയ ഉണ്ടല്ലോ, അങ്ങോട്ട് പോകാൻ കഴിയും. അതിവിടെ നിന്ന് എത്ര ദൂരം വരുമെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇവിടെ നിന്ന് അവിടെ നിന്ന് അടുത്ത അയ്യോ തിരികെ കൂടെ കയറി പോകണം. ഒരു സെക്കൻഡ് ഫോൺ നോക്കിയതോ അപ്പോഴേ വണ്ടിക്ക് തോന്നിയ സ്ഥലത്ത് പോയി. ഇതേതോടെ കാലം നെല്ല് ഗൈസ് ഒക്കെ നോക്കിയിട്ട് പോകാം ഗൈസ്. ഇതിൻ്റെ പൊന്നു വണ്ടി അടിച്ചു. ഇല്ല അടിച്ചില്ല. പൊടി അടിക്കും ഗൈസ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇങ്ങോട്ട് വരാം ഗൈസ്. അതായിരിക്കും നല്ലത്. ഇപ്പം തന്നെ കഴിയതേ ഉള്ളൂ. നമുക്ക് ഇതേപോലെ നമുക്ക് കൊണ്ടുവരും മൗണ്ടെയിൻ ഏരിയയിലോട്ടുണ്ട്. പിന്നെ അവിടെ ഫുള്ള് ചെളിയാണ്. അവിടെ പിന്നെ ഓഫ് റോഡ് അടിച്ചാലേ ചെളി എടുത്തുള്ളൂ, അല്ലെ നനഞ്ഞ് കിടക്കുന്നുണ്ടൊരു സൈനില്ല. അവിടെ മറ്റേ മൊത്തം ചൂടല്ലേ, അപ്പോൾ പറന്ന് നടക്കുമോ മണ്ണൊക്കെ. എൻ്റെ ഭാഗ്യത്തിന് പറഞ്ഞില്ല, അല്ലെങ്കിൽ നിന്റെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കിടന്നു പറയുന്നില്ല. പറക്കാൻ കേസ് നോക്കിയിട്ട് കൊണ്ട് കേസ് കണ്ട ഈ സൈഡ് മൊത്തം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാറ്റും. മൊത്തം പണി കൊണ്ടുപോകാ. ട്രെയിൻ പാടാ കാണാൻ മുമ്പേ ശരി. നമ്മുടെ വണ്ടിയാണ് ഒരു ഓട് വണ്ടിയായിട്ടുള്ളത്. ഇത് ഫുള്ള് ഡെസേർട്ടിൽ ഓടുന്ന വണ്ടിയാണ്. ഓക്കെ, ഇതിപ്പോൾ മൗണ്ടൻ റൂട്ടാണ്. ഇതൊക്കെ നമുക്ക് പോകണം. എൻ്റെ പോകണം. നമുക്ക് ഹോട്ടലുണ്ട്. നമുക്ക് അവിടെ പോയി കളക്ഷൻ എടുക്കാം. അവിടെ വേറെ വണ്ടിയുണ്ട് ചോദിച്ചാൽ നമുക്കൊന്ന് കാണാം. അവിടെ ഇവന്മാർ എന്തുവാടാ ചെയ്യുന്നത്? ഇപ്പം വണ്ടി ഇടിച്ചേനെ. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഏട്ടാ അവന്മാരെ. പിന്നെ ഗിയർ ഷിഫ്റ്റിങ് എന്താ കുറവുണ്ടെന്നാണ്. അത് പണ്ടത്തെ വണ്ടിയുണ്ട്, അതിന് നല്ല വില ആയിരിക്കും. അത് ഏകദേശം ഒരു 2 മാസത്തോളം എടുക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ പണി കഴിക്കാൻ. ഓക്കെ, അപ്പം ഗിയേഴ്സ് എന്തോ ഒരു തട്ടിക്കൂട്ട് പണിയാണ്. അപ്പം വണ്ടിക്കല്ല സീനൊന്നുമില്ല, പക്ഷെ
ഒരു വാണിംഗ് വന്നതാ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാറ്റണം കൊണ്ടുവന്നു. ഓക്കെ, നമ്മുടെ ഹോട്ടലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നു. ഇതാ കുഞ്ഞു ബാക്ക് ടു അവർ ഹോട്ടൽ വിത്ത് മൈ ഓൾഡ് BMW. ഏകദേശം 1,00,000 10,000 പറയും. ഇതാണ് ഗൈസ്, അത് നമ്മുടെ കളക്ഷൻ എടുത്തതാണ്. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഞാൻ ഹോട്ടൽ ഒന്ന് ഫുൾ റിവ്യൂ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അടുത്ത പാർക്കിങ് സാധാരണ ഫുൾ അവറാണ്. ഇപ്പം എന്താ ഒരു ലക്കിനാണ് ഫ്രീ ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പോയി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ദിസ് ഈസ് മൈ ഹോട്ടൽ. അപ്പം ഇത് നിലവിൽ ഇപ്പോൾ ഓഫായി കിടക്കുവാണ്. കാര്യം ഇപ്പം ഇന്ന് ലീവാണ്. ഓക്കെ, അപ്പം ബട്ട് ഫുൾ ഓപ്പൺ ചെയ്തിട്ടേക്കുക. ഓക്കെ, ഫുൾ കരോടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തത് മറ്റേ പെട്ടെന്ന് തന്നെ തുറക്കുന്ന കഴിഞ്ഞത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തോട്ട് കയറുന്നില്ല ഞാൻ. ഇതാണ് ഹോട്ടൽ. അപ്പം നിങ്ങൾ വരിക. ഓക്കെ, എൻ്റെ ഹോട്ടലാണ്. നിങ്ങളൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാ. നമുക്ക് നൈസിന് വേണ്ടി പുറത്തോട്ട് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകണം ഗൈസ്. അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം നിലവിൽ ലാൻസർ മാത്രമേ ഉള്ളൂ. നമ്മുടെ സുപ്രയും പഴയ MK4 അങ്ങനല്ലേ, MK4 അതെന്തോ കണ്ടാണ് ഗൈസ്. അപ്പം അതും പിന്നെ നമ്മുടെ വേറെ വണ്ടിയും പിന്നെ നമ്മുടെ BMW ഔഡിയും നമ്മുടെ മെക്ലറിനും വേറെ സ്ഥലത്ത് കിടക്കാം ഗൈസ്. ഓക്കെ, അപ്പം തട്ടൂലല്ലോ. തട്ടൂല, എനിക്ക് മാറിത്താടാ. കേസ് നോക്കി ഇവിടെ നിന്ന് ഇറക്കാൻ പാടാണ്ടാണ് കേസ്. പിന്നെ അവിടെ നിന്ന് ചേർത്തപ്പ അടി തട്ടും. ഒരു വഴിയല്ല, ഇതാണ് വഴി. കണ്ട, ഇവിടെ നിന്ന് ചരിച്ചിറക്കാം. എൻ്റെ പൊന്നും ഒരഞ്ഞില്ല ഒന്നുമില്ല. എൻ്റെ പൊന്നോടെ ഇവര് ഒരയില്ല. പക്ഷേ ഓക്കെ, ഇത് ഒരു പ്ലസ് പോയിൻ്റാണ് കേസ്. അല്ലെങ്കിൽ ഇവൻ്റെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കളഞ്ഞാണ്. വേറെ സീനൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലപ്പോൾ റേഞ്ച് റോവറൊന്നുമില്ല കേസൊക്കെ. നമ്മുടെ വീട്ടിൽ ജസ്റ്റ് നമ്മുടെ ലാൻഡ് റോവർ മാത്രമേ ഉള്ളൂ. റേഞ്ച് റോവർ, ലാൻഡ് ക്രൂസറും എല്ലാം നമ്മുടെ ഗാരേജിൽ കിടക്കും കേസൊക്കെ. അപ്പോൾ നമ്മുടെ വീടെത്തി കേസൊക്കെ. എൻ്റെ പൊന്നോ ഗൈസ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആദ്യം പറഞ്ഞു പറഞ്ഞിട്ടാണ് നമ്മുടെ സൂപ്പർ ഐറ്റം. അപ്പം ഞാൻ ഇപ്പോഴും പോട്ടെ, സ്ക്രാച്ചൊന്നും ഇല്ല. ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞ നമ്മുടെ സൂപ്പർ ഗ്യാരേജ് കിടക്കണം കേസ്. കാരണം നമ്മൾ വിറ്റ സൂപ്പർ MK5 ആണ്. നമ്മുടെ ഗ്യാരേജിൽ കിടക്കുന്ന MK4 ആണ് കേസ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലിൽ കയറി ചെക്കൗട്ട് ചെയ്തു ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ബാക്ക് ടു മൈ ഹോം ഗൈസ്. ഈ കാറിൻ്റെയോട് പറയാം ഞാൻ. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ 2 വണ്ടിയും അങ്ങനെ നമ്മളെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, കിട്ടില്ല തന്നെ, കിട്ടില്ല ലുക്കല്ലടാ. 2 വണ്ടിയോട് കിടക്കുന്നതാണ് ജാതി ലുക്ക് തന്നെ. ഏതായാലും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്പപ്പെട്ടുണ്ട് ആദീസ് ഗെയിമിങ്. അപ്പം കേരള എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോനെ. അപ്പോൾ ഈ വണ്ടി സ്റ്റോക്കാണ് ഗൈസ്. ഓക്കെ, ഈ വണ്ടി സ്റ്റോക്കാണ്. ഓക്കെ, ഒരു വർക്കും ചെയ്തിട്ടില്ല. ബട്ട് ഇത് എൻ്റെ മോനെ, അതായത് നമ്മുടെ ബാക്കി മോഡിഫൈഡ് വണ്ടികളെല്ലാം നമ്മുടെ ഗാരേജ് കിടപ്പുണ്ട്. നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ഗാരേജ് കാണിക്കാം കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം
ജസ്റ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് എല്ലാവരും ഷെയർ എല്ലാം ചെയ്തേക്കുക. അപ്പോൾ ബൈ ഗൈസ്.